2026 വേൾഡ് കപ്പിന് പന്തുരുളാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 30-ൽ താഴെ ദിവസങ്ങൾ മാത്രം. ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇത്തവണ ആരായിരിക്കും ലോക ചാമ്പ്യന്മാരെന്നറിയാൻ വേണ്ടി. നിലവിൽ ഓരോ ടീമുകളും തങ്ങളുടെ പ്രിലിമിനറി സ്ക്വാഡ് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിലെ ലോക ജേതാക്കളായ അർജന്റീന 55 അംഗ പ്രിലിമിനറി സ്ക്വാഡ് ഇന്നലെയാണ് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചത്. സീനിയർ താരങ്ങളായ ലിയണൽ മെസ്സി, നിക്കോളാസ് ഒട്ടാമെൻഡി, ടാഗ്ലിയാഫിക്കോ, ലിയാൻഡ്രോ പാരഡസ് എന്നീ താരങ്ങളെല്ലാം സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട്. യുവ സൂപ്പർ താരങ്ങളായ ഫ്രങ്കോ മസ്റ്റൻഡാനോ, നിക്കോ പാസ്, സിമിയോൺ, വലന്റൈൻ ബാർക്കോ, എച്ചെവെരി എന്നീ തുടങ്ങിയ സൂപ്പർ താരങ്ങളും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. ഇത്തവണയും ലിയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും അർജന്റീന വേൾഡ് കപ്പിനെത്തുക. ചരിത്രത്തിൽ 6ാം വേൾഡ് കപ്പിനാണ് ലിയണൽ മെസ്സി ഒരുങ്ങുന്നത്. വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾ മുമ്പ് തന്നെ പരിശീലകനായ സ്കലോണി നേരിട്ട ഒരു ചോദ്യമായിരുന്നു അർജന്റീനൻ ആരാധകരുടെ ഇഷ്ടതാരമായ പൗലോ ഡിബാല ടീമിലുണ്ടാകുമോ എന്നുള്ളത്. മെസ്സിക്ക് പുറമെ വലിയ ആരാധകരുള്ള താരമാണ് ഡിബാല. എന്നാൽ പരിശീലകനായ ലിയണൽ സ്കലോണി ഇന്നലെ പ്രഖ്യാപിച്ച 55 അംഗ പ്രിലിമിനറി സ്ക്വാഡിൽ സൂപ്പർ താരമായ പൗലോ ഡിബാലയില്ല. അതുകൊണ്ട് തന്നെ താരം ഈ വേൾഡ് കപ്പിന് ഉണ്ടായേക്കില്ലെന്ന നിരാശാജനകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. നിലവിൽ പരിക്കും മങ്ങിയ ഫോമും തന്നെയാണ് താരത്തിന് അർജന്റീന ടീമിൽ ഇടം നേടാൻ സാധിക്കാതിരുന്നതും. 2022 വേൾഡ് കപ്പ് നേടുമ്പോൾ അർജന്റീനൻ ടീമിൻ്റെ ഭാഗമായിരുന്നു ഡിബാല. പൗലോ ഡിബാല ടീമിലുണ്ടാകണമെന്നാഗ്രഹിക്കുന്ന ഒരുപാട് അർജന്റീനൻ ആരാധകരുണ്ടായിരുന്നു. അവരെല്ലാം നിരാശപ്പെടുത്തുന്നതായിരുന്നു പ്രിലിമിനറി സ്ക്വാഡിൽ നിന്നുള്ള താരത്തിൻ്റെ ഒഴിവാക്കൽ. ഏതായാലും താരം ഇനി വേൾഡ് കപ്പിനുണ്ടായേക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. കാരണം 55 അംഗ സ്ക്വാഡിൽ പോലും താരമില്ല. ഈ മാസാവസാനം പരിശീലകനായ സ്കലോണി 55 അംഗ സ്ക്വാഡ് 26 അംഗ സ്ക്വാഡ് അന്തിമ സ്ക്വാഡാക്കി പ്രഖ്യാപിക്കും. ഏതായാലും തകർപ്പൻ സ്ക്വാഡിനെ തന്നെയാണ് സ്കലോണി നിലവിൽ പ്രഖ്യാപിച്ചത്. അതേസമയം വിനീഷ്യസ് ജൂനിയറുമായി പ്രശ്നമുണ്ടായി ആദ്യ 2 മത്സരങ്ങളിൽ സസ്പെൻഷൻ നേരിടുന്ന ക്രിസ്ത്യാനിയെ സ്കലോണി 55 അംഗ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താരത്തെ അന്തിമ സ്ക്വാഡിൽ പരിഗണിക്കുമോ എന്നും കണ്ടറിയേണ്ട കാര്യമാണ്. സൂപ്പർ താരമായ പൗലോ ഡിബാലയുടെ ഇന്നലെയുള്ള ഒരു ട്വീറ്റ് പുറത്തു വന്നിരുന്നു. റോമ ആരാധകരോടാണ് അദ്ദേഹം പറയുന്നു, എൻ്റെ കരാർ പ്രകാരം റോമയിലെ എൻ്റെ അവസാന മത്സരമായിരിക്കും വരുന്നത്. ജൂണിൽ കരാർ അവസാനിക്കുകയാണ്. ഇതുവരെ ക്ലബിൽ നിന്ന് ആരും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് റോമയിലെ അവസാന പോരാട്ടമാകാനാണ് സാധ്യത. ഇങ്ങനെയായിരുന്നു ഡിബാല ആരാധകർക്ക് നൽകിയ സന്ദേശം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.